സ്നേഹിച്ചവരോട് വഞ്ചന കാട്ടിയത് എന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ആത്മാർത്ഥമായ സൗഹൃദത്തെ സംശയിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. നീ തന്നെ അത് പറയണം. അത് ശരി, എന്ന് വെച്ചാ ഞാനാണ് നിന്നെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചതെന്ന്. എന്താ സംശയം? നീ ഒറ്റ ഒരുത്തിയ എന്റെ ലൈഫ് ഈ രീതിയിലാക്കിയത്. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ നിനക്കൊരു മടിയില്ലേ? നീ പറയുന്നതിനെയൊക്കെ ഒരു പാവയെ പോലെ നിന്ന് തുള്ളിയത് എന്റെ തെറ്റ്. അത് കാരണം എനിക്ക് എന്റെ എല്ലാം നഷ്ടമായി. എന്റെ ലൈഫ്, എന്റെ പ്രൊഫഷൻ, എന്റെ കരിയർ, ഒടുവിൽ എന്റെ മമ്മിയും വൈഫും ഉൾപ്പെടെ എല്ലാം എനിക്ക് നഷ്ടമായി. എന്നിട്ടും നീ വിളിച്ചപ്പം നിന്റെ മുന്നിൽ വന്ന് നിന്നത് എന്റെ തെറ്റ്. ഇനി മേലിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ദാ കഴിഞ്ഞതെല്ലാം ഈ കൂടിക്കാഴ്ചയോടെ അവസാനിപ്പിച്ചേക്കണം. ഞാൻ എങ്ങനെയാണെന്നറിഞ്ഞാലും നീ എന്നെ കാണാൻ വരരുത്. കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യരുത്. മൈൻഡ് ഇറ്റ്. ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ വെറുതെ ആൽബം എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. അലക്സ് അവസാനം ലീവിന് വന്നപ്പോ എടുത്തതാ. പോകുന്നതിന് മുൻപ് ഇങ്ങനൊരു ഫോട്ടോ എടുക്കണമെന്ന് അലക്സിന് വലിയ നിർബന്ധമായിരുന്നു. ഇനി ഒരു ചാൻസ് ഉണ്ടാവില്ലെന്ന് അന്നേ അറിയാവുന്നതുപോലെ. ആന്റി, ലീവ് കഴിഞ്ഞു പോകുന്നിടം വരെ ജോബിന്റെ കൂടെ തന്നെയായിരുന്നു കൂടുതൽ നേരവും. പതിവില്ലാതെ അവനെക്കുറിച്ച് തന്നെയായിരുന്നു കൂടുതൽ സംസാരിച്ചതും. എവിടാണെങ്കിലും എന്തായി തീർന്നാലും നമ്മുടെ മോനെ സത്യസന്ധനായ ഒരാളായി വേണം വളർത്താന്നൊക്കെ കൂടെ കൂടെ പറയുമായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ അവനെക്കുറിച്ച് പറയാനുള്ളത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്നത് പോലെ ഒരു വ്യഗ്രതയായിരുന്നു അലക്സിന്. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ട് അലക്സ് പോയി. അലക്സ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ മോനെ വളർത്തിയല്ലോ എന്ന് സമാധാനിച്ചു. പക്ഷെ മാളു, പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടി വന്നല്ലോ എനിക്ക്. എന്താ ഡേസി അവൻ ഇങ്ങനായി പോയതെന്ന് അലക്സ് എന്നോട് ചോദിച്ച പറയാൻ ഒരു ഉത്തരം ഇല്ലാതായിപ്പോയി എനിക്ക്. അതാ എന്റെ സങ്കടം. ആന്റി, എനിക്കറിയാം ആന്റി എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന്. ഗർഭത്തിലെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദന എന്താന്ന് മനസ്സിലാക്കിയവളാ ഞാൻ. അപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മോനെ നഷ്ടപ്പെടുന്നതിന്റെ വേദന എത്ര വലുതാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആന്റി. ഞാനൊരു കാര്യം പറഞ്ഞ ആന്റി കേൾക്കൂ? എനിക്ക് വേണ്ടിയാണ് ആന്റി മോനെ തിരിച്ചു വിളിക്കുന്നെങ്കിൽ അത് വേണ്ട. ഡോക്ടർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. ഒരു പരാതിയില്ലാതെ ഒഴിഞ്ഞു പോവാൻ ഞാൻ തയ്യാറാ. അതിന്റെ പേരില് ആന്റിയും മോനെയും ഞാൻ വെറുക്കോ ശപിക്കോ ചെയ്യില്ല. അതിന്റെ പേരില് നിങ്ങൾ മമ്മിയും മോനും തമ്മിൽ പിണങ്ങരുത്. ആന്റിക്ക് മോനെ നഷ്ടവും ചെയ്യരുത്. മമ്മിയും മോനും മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. ആന്റി വിളിച്ച ഡോക്ടർ തിരിച്ചു വരുമെങ്കിൽ ഉറപ്പായിട്ടും ആന്റി മോനെ വിളിക്കണം. വീട്ടിലേക്ക് സ്വീകരിക്കണം. ഡോക്ടറുടെ ലൈഫ് സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം. ഞാൻ സന്തോഷത്തോടെ പിന്മാറിക്കോളാം. നീ പറഞ്ഞത് ശരിയാ മാളു. ഞാൻ വിളിച്ച ഒരുപക്ഷെ ജോബിൻ തിരിച്ചു വന്നേക്കും. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ ആ തിരിച്ചു വരുന്നത് എന്റെ ജോബിനായിരിക്കില്ല. അവന്റെ രൂപവും ഭാവവുമുള്ള അവന്റെ വെറും അപരനായിരിക്കും. അങ്ങനെ ഒരാളുടെ അമ്മയായി അവന്റെ അപരനോടൊപ്പം എനിക്ക് ജീവിക്കണ്ട മാളു. അത് നീ പറയും പോലെ സന്തോഷകരമായൊരു ജീവിതമായിരിക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ മകൻ ഞാൻ വിളിക്കാതെ തന്നെ
എന്റെ അടുത്ത് തിരിച്ചെത്തണം. എങ്കിലേ അവന്റെ മമ്മിയുടെ മഹത്വം മനസ്സിലാക്കും. അവന്റെ പപ്പയുടെ രക്തമാണ് താനെന്ന് സ്വയം തിരിച്ചറിയൂ. കുടുംബ ജീവിതത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കൂ. അവനെ എന്റെ പഴയ ജോബിനായി മാറുള്ളൂ. അങ്ങനെ തിരിച്ചു വരുന്ന ഒരു മോനെയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം അവൻ എന്റെ അടുത്ത് വന്നാ മതി. അല്ലെങ്കിൽ അവന്റെ പപ്പയെ പോലെ അവനും അകാലത്തിൽ മരിച്ചു പോയെന്ന്. ആന്റി പ്ലീസ്, അങ്ങനൊന്നും പറയരുത്. അങ്ങനൊന്നും സംഭവിക്കില്ല. ഡോക്ടർ വരും. ഈ അമ്മയുടെ സങ്കടം എന്നെങ്കിലും ആ മോൻ മനസ്സിലാക്കാതിരിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എനിക്കുണ്ട് മോളെ. അതുകൊണ്ട് നിന്നെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്. ജോബിൻ പഴയ ജോബിനാണെന്ന് ഞാനല്ല ഇനി ബോധ്യപ്പെടേണ്ടത്. നിനക്കത് ബോധ്യമാകുന്ന അന്നേ ഈ വീട്ടിൽ അവൻ ഇനി സ്ഥാനമുള്ളൂ. ആ, നീ ഇറങ്ങിയോ അപ്പൂ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാനും കൂടെ വരാം. അല്ല, നീ രാവിലെ അങ്ങോട്ടാ? മാളൂന്റെ അടുത്തേക്ക്. ഇത്ര നേരത്തെ പോകേണ്ട കാര്യമുണ്ട് അപ്പൂ? അവിടെ പോകുന്നതിനിപ്പോ ഇത്തിരി നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഉച്ച കഴിഞ്ഞെങ്ങാനും പോയാ പോരെ? അതെന്തിനാ ഉച്ച കഴിഞ്ഞാക്കുന്നത്? അപ്പൂ എന്തായാലും പോവാൻ ഇറങ്ങിയതല്ലേ, പോയിട്ട് വരട്ടെന്നേ. എന്താ വിപി, ഞാനിവിടെ പോകുന്നോണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല, എന്നാൽ അതിലൊരു പ്രശ്നം ഇല്ലായികയില്ല. ഇതെന്താ വീപ്പി ഒരുമാതിരി കടങ്കഥ പറയുന്നത് പോലെ? എന്താ കാര്യം വെച്ചാൽ തെളിച്ചു പറ. മാളും ഡേസി ആവശ്യപ്പെട്ടിട്ടാണ് അപ്പു അവിടെ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ജോബിന് ഇത് അറിയാനിടയായാൽ അയാളുടെ തിരിച്ചുവരവിനുള്ളൊരു സാധ്യത ഇതോടെ ഇല്ലാതാവുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ല, അതിന് അപ്പു അവിടെ പോകുന്നതും ജോബിന്റെ തിരിച്ചുവരവും തമ്മിൽ എന്താ ബന്ധം? അത് മാത്രമല്ല, അയാൾ അവിടെ വരാത്തിടത്തോളം കാലം അപ്പു അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് ജോബിന് എങ്ങനെ അറിയാനാ? കാര്യങ്ങളൊക്കെ ശരി തന്നെ ഗീത. പക്ഷെ ഇൻ കേസ് ജോബിനൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ, ഡോക്ടർ വന്നോട്ടെ. അതിന് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? നിന്റെ പേരും കൂടി ചേർത്തായിരുന്നല്ലോ അയാൾ ഈ അലിഗേഷൻ മുഴുവൻ ഉണ്ടാക്കിയത്. വീണ്ടും ഒരു കോംപ്രമൈസിന് ശ്രമിച്ച് അയാൾ അവിടെ വരുമ്പോ നിന്നെ കണ്ട അപ്സെറ്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഡോക്ടർ അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാ. അഥവാ വന്നാൽ തന്നെ ഡേസി ആന്റി അങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമോ? അപ്പോ അവരെത്രയ്ക്കായാലും അമ്മയും മകനാണ്. സംസാരിക്കണമെന്ന് ജോബിന് ആവശ്യപ്പെട്ട ഒരു പരിധിക്കപ്പുറം അതിന് വഴങ്ങാതിരിക്കാൻ ഡേസിക്ക് പറ്റുമോ? അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ലല്ലോ ബി പി. ജോബിൻ വരികയോ ഡേസി സംസാരിക്കാതിരിക്കുകയോ എന്ത് വേണം ചെയ്തോട്ടെ. ഡേസി മാളും ആവശ്യപ്പെട്ടിട്ടാണല്ലോ അപ്പു അങ്ങോട്ട് പോകുന്നത്. നമുക്കത് മാത്രം നോക്കിയാ പോരെ? അല്ല, ഞാൻ അവിടെ പോകുന്നതില് വിപിക്ക് എതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ. ഏയ്, എനിക്കെന്തെതിരെ അഭിപ്രായം? ഒരു കാര്യം ചെയ്യും, ഗീത റെഡിയാവുന്ന സമയം കൊണ്ട് ഞാനും റെഡിയാവാം. ഞാനും കൂടി വരാം നിന്റെ കൂടെ. പോകുന്ന വഴി ഗീതയെ പാർലറിൽ വിടാലോ. എന്നാ അങ്ങനെ ചെയ്യാം. രാവിലെ 1-2 കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഞാനും വരായിരുന്നു. അത് സാരമില്ല അമ്മേ, നമുക്ക് അവധി ദിവസം പോവാം. എന്നാ വി പി പെട്ടെന്ന് റെഡിയാവ്. അപ്പോ ഞാൻ ഈ ഫുഡ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഉച്ചയ്ക്ക് ചൂടാക്കി കഴിക്കണേ. യോഗടാന്ന് തോന്നുന്നു. വിപി, ഇതാ
ഞാൻ പറഞ്ഞ ത്രേസ്യ അമ്മച്ചി. ത്രേസ്യ അമ്മച്ചിക്ക് ഇതാരാന്ന് മനസ്സിലായോ? അതിപ്പോ ആരാന്ന് പറയാതെ ഞാനെങ്ങനെ അറിയാനാ? ഇതെന്റെ അച്ഛന്, വിജയ് പണിക്കർ എന്ന VP. ഓ അത് ശരി. അമ്മച്ചിയെ കുറിച്ച് ഡെയ്സിയും മാളും അപ്പും ഒക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. നേരിൽ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഡേസി ആന്റി എവിടെ അമ്മച്ചി? നീ വന്നത് ഡേസി ആന്റിയെ കാണാനല്ലെന്ന് എനിക്കറിയാം. കാണേണ്ട ആൾ അകത്തുണ്ട്. എന്നാത്തിനാ നിന്റെ അപ്പനെയും കൂട്ടി വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും മാളുവിനൊന്ന് കാണാൻ വന്നതാ. ആഹാ, വിജയ് ഉണ്ടായിരുന്നോ കൂടെ? അതാണോ നീ ലേറ്റ് ആയത്? അതല്ല, വരുന്ന വഴി ഞങ്ങൾ ഗീതയെ പാർലറിൽ ഇറക്കി. അത്യാവശ്യമായിട്ട് 1-2 ക്ലയൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗീതയെ കൊണ്ട് വരാനിരുന്നാ. ആ, അത് സാരമില്ല. ഗീതയുടെ തിരക്ക് എനിക്ക് അറിയാലോ. ഇരിക്കു വിജയ്. അല്ല, മാളു എവിടെ? അവള് റൂമിലുണ്ട്, ഞാൻ വിളിക്കാം. കിടക്കണോ? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക, മുകളിലുണ്ട്. എന്നാ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് ഇറങ്ങിയത്? അതെ ആന്റി, ഞങ്ങള് കഴിച്ചു. ആന്റി കഴിച്ചായിരുന്നോ? കഴിച്ചു. എന്നാ ഞാൻ ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് മാളൂസേ. എങ്ങനെയുണ്ട് ഇപ്പോ? ഐ ആം ഓക്കേ അങ്കിൾ. അതെ, ഇങ്ങനെ അടച്ചുമൂടി റൂമിലിരിക്കുന്ന എന്തിനാ? അപ്പോ ഇവിടെയും കൂട്ടി നിനക്ക് ടെറസിലോ മുറ്റത്തോ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തൂടെ? ഞാനത് പറഞ്ഞതാ VP. പക്ഷെ അവളിപ്പോ ദുഃഖപുത്രി സീക്വൻസിൽ ആക്ട് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് സൂര്യ വെളിച്ചത്തിൽ വന്നാ വലിയ പ്രശ്നം. ഓ അത് ശരി, നീ ഇവളെ കളിയാക്കിയതല്ലേ? അതെ, എല്ലാവരുടെ ലൈഫിലും ചില ദുഃഖപുത്രി സീക്വൻസ് ഉണ്ടായിരുന്നെന്ന് മറക്കണ്ട കേട്ടോ. അല്ലേ മാളു? മാളു, നീ പേടിക്കണ്ട. ഞങ്ങൾ ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ തോന്നിയൊരു മണ്ടത്തരം, അങ്ങനെ ഞങ്ങൾ അതിനെ എടുത്തിട്ടുള്ളൂ. നീയും അങ്ങനെ മാത്രം കണ്ടാ മതി. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇങ്ങനൊരു മണ്ടത്തരത്തെ കുറിച്ച് നീ ചിന്തിക്കുകയില്ല. അങ്ങനെയല്ലേ മാളു? ഇനിയിപ്പോ എന്താ പറയണ്ടേ? VP ഇനി അധികം മോട്ടിവേറ്റ് ചെയ്ത് കൊളാക്കണ്ട. ഈ ഉപദേശം ഓവറായാലും ബോറടിക്കുവേ അല്ലേ മാളു? പിന്നെ ഡേസി ആന്റിക്കാണ് VPയുടെ മോട്ടിവേഷൻ ഇപ്പൊ അത്യാവശ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് VP ഡേസി ആന്റിയോട് സംസാരിക്കുക. അപ്പോഴേക്കും ഞങ്ങൾ കിച്ചണിലേക്കൊന്ന് അതിക്രമിച്ച് കയറട്ടെ. VPക്ക് എന്താ കുടിക്കാൻ? ചായയോ അതോ കോഫിയോ അതോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണോ? എന്തായാലും വിരോധമില്ല. ശരി, എങ്കിൽ വാ മാളു. പോട്ടെ ഡേസി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരിനി എത്ര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണെന്ന് അവകാശപ്പെട്ടാലും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്തും പ്രാക്ടിക്കൽ നോളജും അവർക്കില്ലാതെ പോകും. അത് അവരുടെ കുറ്റമല്ല. നമ്മളെപ്പോലുള്ള രക്ഷിതാക്കൾ അവർക്ക് കൊടുക്കുന്ന ഓവർ കോൺഫിഡൻസിൽ നിന്നുണ്ടാകുന്ന അബദ്ധ ധാരണകളാ. ഒരർത്ഥത്തിൽ പറഞ്ഞ ജോബിനും മാളുവിനും സംഭവിച്ച പെശക് അത് തന്നെ. മാളുവിന്റെ കാര്യത്തിൽ വിജയ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ ചിലപ്പോ യോജിച്ചെന്ന് വരും. പക്ഷേ എന്റെ മോന്റെ കാര്യത്തിൽ സോറി, ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല. ജീവിതത്തിന്റെ ഇല്ലായ്മകളും പ്രതിസന്ധികളും കണ്ടും ശീലിച്ചും തന്നെയാ അവൻ വളർന്നത്. എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും ജീവിതത്തിന്റെ വാല്യൂസ് ഒരിക്കലും കൈമോശം വരരുതെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൻ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരമ്മയാ ഞാൻ. ആ എന്നെയാ അവൻ വീട്ടിയാക്കിയത്. പെറ്റമ്മയെ വീട്ടിയാക്കാൻ പറ്റുന്നവന് ലോകത്താരെ വേണമെങ്കിലും കളിപ്പിക്കാം, ചതിക്കാം. എന്റെ മകനും അങ്ങനൊരാളായിപ്പോയി. ആ സങ്കടം എത്ര പറഞ്ഞാലും വിജയ്ക്ക് മനസ്സിലാവില്ല. ഡേസി, ഞാൻ അയാളെ ന്യായീകരിക്കുന്നുമല്ല. എല്ലാ മനുഷ്യരുടെ ലൈഫിലും അങ്ങനെ ചില ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ടാവും. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കൂ. ഡേസി പറഞ്ഞതുപോലെ ജീവിത മൂല്യങ്ങൾക്ക് വലിയൊരു സ്പേസ് കൽപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ഞാനും. എന്നിട്ടൊന്നുണ്ടായി? ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കാത്തതോ പ്രതീക്ഷിക്കാത്തതോ ആയ ഒരു ഇരുണ്ട കാലം എന്റെ ലൈഫിൽ ഉണ്ടായില്ലേ? വേണമെങ്കിൽ അതിനോടൊന്നും ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ ഗീതയ്ക്ക് എന്നെ അപ്പൂനെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കി പോവായിരുന്നു.
പക്ഷെ ഗീത അതിന് തയ്യാറായില്ല. പകരം പ്രതികൂല സാഹചര്യങ്ങളെ അവർ ധൈര്യമായി നേരിട്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റി. ഗീത അങ്ങനെ യുക്തിപൂർവമായ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പുവിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഡെയ്സി ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം നന്നായിട്ട് ആലോചിച്ച് തന്നെയാ വിജയ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കൈയബദ്ധം കൊണ്ട് അവനൊരാളുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. പക്ഷെ പെറ്റമ്മയോടും ഭാര്യയോടും വിശ്വാസവഞ്ചന കാണിച്ചവനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. അപ്പൊ ജോബിനുമായി ഇനി ഒരു കോംപ്രമൈസിന് ഇല്ലെന്നാണോ ഡെയ്സി പറഞ്ഞു വരുന്നത്? അത് തെറ്റായൊരു നിലപാടാണ് ഡെയ്സി. ജോബിൻ ചെയ്തത് തെറ്റാണ്, തിരുത്തപ്പെടേണ്ടതുമാണ്. എന്നുവെച്ച് അയാൾ ഒഴിവാക്കപ്പെടേണ്ടവനല്ല. അതുകൊണ്ട് ഡെയ്സി കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാണണം, ഇമോഷണലായിട്ട് മാത്രം കാണരുത്. വിജയ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. അതിന് വിജയ് എന്നെ നിർബന്ധിക്കുകയും വേണ്ട. ആ അതിനിടയ്ക്ക് രണ്ടുപേരും ഇത്രയൊക്കെ ഒപ്പിച്ചോ? ഞാനല്ല, ഇത് മാളുവിന്റെ റെസിപ്പിയാ. എങ്ങനെയുണ്ടെന്ന് പറ. ആഹാ, അസലായിട്ടുണ്ട് മാളു. താങ്ക് യു അങ്കിൾ. ആ ഡോക്ടറോ? സർപ്രൈസ്. ആരോ കാണാൻ വന്നെന്ന് ഗുമസ്തൻ പറഞ്ഞപ്പോ ഡോക്ടർ ആവുന്ന കരുതിയില്ല. എന്താ ഇവിടെ? ഞാനൊരു വീട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ അടുത്താ. ഹിമയുടെ ഓഫീസ് ഇവിടെയാണെന്ന് അലീന പറഞ്ഞറിയാം. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട് നോക്കാനോ? ആർക്കാ? ഡോക്ടർക്ക് വേണ്ടിയാണോ? ആ അതെ. അതെന്താ? ഡോക്ടർക്ക് ഡോക്ടറുടെ വീട്ടിൽ പൊയ്ക്കൂടെ? അത് ശരിയാവില്ല ഹിമ. നടന്നതൊക്കെ ഹിമയെ അറിഞ്ഞു കാണുമല്ലോ. മമ്മിയും ഞാനുമായിട്ട് ഇപ്പൊ അത്ര നല്ല ടേംസിലല്ല. കുറച്ചൊക്കെ അലീന പറഞ്ഞെനിക്കറിയാം. പക്ഷെ ഡോക്ടർ ഇതിന്റെ പേരിൽ വീട്ടിൽ കയറാതെ മറ്റൊരു സ്ഥലം അന്വേഷിച്ച് നടക്കാനും മാത്രം സീരിയസ് ആണോ കാര്യങ്ങള്? എന്ത് ചെയ്യാം, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയി. ഒക്കെ എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചകളാ. അതിൽ ഡോക്ടർ മാത്രം ഞാൻ കുറ്റം പറയില്ല. നല്ലൊരു ശതമാനം തെറ്റ് എന്റെ കൂട്ടുകാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പല അവസരങ്ങളിലും നിങ്ങളായിട്ട് പിന്മാറാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനെ അനുവദിക്കാതിരുന്നത് അലീനയാണെന്ന് എനിക്കറിയാം. സൗഹൃദത്തിന്റെ പരിധിയിൽ നിന്ന് പലപ്പോഴും എനിക്ക് കഴിയും പോലെയൊക്കെ ഞാൻ അലീനയെ വാൺ ചെയ്തിരുന്നു. പക്ഷേ പ്രായത്തിന്റെയോ പൊസിഷന്റെയോ ഒരു പക്വത അലീനയിൽ നിന്നുണ്ടായില്ല. ഒരു പക്ഷേ അലീനയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവൾ അതിനെ ഗൗരവമായി എടുക്കാത്തത്. പക്ഷേ ഫാമിലിയുമായി വളരെ അറ്റാച്ച്ഡ് ആയ ഡോക്ടറിൽ നിന്ന് കുറച്ചുകൂടി മെച്യൂരിറ്റി ഞാൻ പ്രതീക്ഷിച്ചു. എന്തിയാ ഹിമ, പറ്റിപ്പോയി. ഞാനും ആദ്യം ഇതൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പഠിച്ചിരുന്ന കാലത്ത് പ്രണയം തോന്നിയ ഒരാള്, പിന്നെ പ്രൊഫഷന്റെ ഭാഗമായപ്പോ തോന്നിയൊരു, എന്താ പറയാ, അത്തരം സൗഹൃദങ്ങളൊന്നും ഒരു തെറ്റാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മുടെ എല്ലാ സൗഹൃദത്തിനും ഒരു അതിർവരമ്പുണ്ട്. നമ്മുടെ സ്വകാര്യതയിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് അതൊന്നും വേര് പിടിക്കാൻ നമ്മളായിട്ട് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒന്നോ രണ്ടോ പേർക്കാവില്ല, ഒന്നിലധികം കുടുംബങ്ങളുടെ സമാധാനത്തെയാവും അത് ബാധിക്കുക. ഇപ്പൊ ഡോക്ടറിന്റെ കാര്യത്തില് ഡോക്ടർ മാത്രമല്ല, നിങ്ങളുടെ മമ്മി, ഭാര്യ, ആ കുട്ടിയുടെ വീട്ടുകാര്, മാളുവിന്റെ ഫ്രണ്ട് അപ്പു, അങ്ങനെ എത്ര പേരെയാണ് അലീനയുടെയും ഡോക്ടറിന്റെയും ഈ തമാശകളി പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിച്ചത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അലീനയും ഡോക്ടറും തമ്മിൽ ഇപ്പൊ കോണ്ടാക്ട് ഇല്ലേ? ഇല്ല. ഇനി ആ ഫ്രണ്ട്ഷിപ്പ് ശരിയാവില്ല ഹിമ. ഫ്രണ്ട്ഷിപ്പിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പരിധിക്കുള്ളിലാകണമെന്ന് മാത്രം. പക്ഷെ അലീനയുടെ കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ആ കുട്ടിയുടെ ഉദ്ദേശങ്ങൾ മറ്റു പലതുമാണ്. ഇല്ല ഹിമ, ഞാൻ അതിനൊന്നും ഇനി നിന്നു കൊടുക്കില്ല. ഒരിക്കൽ പറ്റിയ അബദ്ധം എനിക്കൊരു പാഠമാണ്.